മുതലേക്ക് മുന്നിലത്തെ 2 കാലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പിന്നിലത്തെ 2 കാലുകളും പിന്നെ ഒരു വാലും കൂടി ആയപ്പോഴത്തേക്ക് മുതൽ ഇപ്പോൾ ഏതാണ്ട് ഒരു പരുവായിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുള്ള പണി. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുക്കുക, അത് കാച്ചാ മൂച്ച കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി വെക്കുക. അവിടെ ഇവിടെയെല്ലാം കാല് കൈ എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇത് ഇച്ചിരി മെനക്കെട്ടുള്ള പണിയാട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ചെയ്തു വെച്ചത് മൊത്തം അലമ്പാവും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വളരെ സാവധാനത്തിൽ കാലും കൈയും ഒക്കെ ടൂത്ത് പിക്ക് കൊണ്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. കാലും കൈയൊക്കെ ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് വാലും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി ഓക്കെ. ഇനി ചെറിയൊരു പണി കൂടി ഉണ്ട്, മുതലച്ചാരുടെ കണ്ണ്. അതിനുവേണ്ടി തലയുടെ പോർഷനിൽ 2 ഹോളിട്ട് കൊടുത്തിട്ട് അവിടെ പാവലിൻ്റെ തന്നെ 2 വിത്തെടുത്ത് വെച്ച് കണ്ണ് സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മുതലച്ചാരയുടെ ഫൈനൽ ലുക്ക്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ മുതലയുടെ മുഖത്ത് ആ കലിപ്പ് മൂട് തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആ മുതല കാട്ടിൽ മതിച്ചു വാഴാൻ തുടങ്ങി. തൻ്റെ മുന്നിലെത്തിയ മൃഗങ്ങളെയൊക്കെ അത് കടിച്ചു കീറി കൊല്ലാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ആ കാട്ടിൽ അതിഭീകരയായ ഒരു രാക്ഷസി വന്നു. അവൾ ആ മുതലയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അതിൻ്റെ കഴുത്തറുത്തു മാറ്റി, കൈകാലുകൾ പിഴുതെറിഞ്ഞു. അവൾ അതിൻ്റെ വാൽ വലിച്ചൂരി കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അവൾ അതിൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി അരിഞ്ഞ് ഇതുപോലെയാക്കി. എന്നിട്ടതവൾ മുഴുവനായി തിളച്ച എണ്ണയിലേക്കിട്ടു. എന്നിട്ടത് അവർ മെഴുക്കുരുട്ടുണ്ടാക്കി കഴിച്ചു എന്നാ കേട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.